Good morning, my dear students. Today we are going to discuss our new topic, non-stoichiometric defect. So in the last video we have discussed about the crystal defects uh, and the three defects, that is plane defect, line defect and point defect. And we have discussed the stoichiometric defects, and there are two types of stoichiometric defects. They are Frenkel and Schottky defects. Now we are moving towards non-stoichiometric defects. Defects can arise by the presence of an excess of either cations or anions in the crystal lattice of an ionic compound, electrical neutrality being maintained by the accommodation of free electrons or extra positive charges. Such defects, which cause a ratio of the cations and anions in the compound to be different from the simple integral ratio for its stoichiometric chemical formula, are called non-stoichiometric defects, and such a compound is called a non-stoichiometric compound, also called a Bertholloid. Non-stoichiometric defects created by the introduction of an impurity substance into a crystal are called extrinsic defects. There are three main types of non-stoichiometric defects: metal excess defects, metal deficiency defect and impurity defect. So, എന്താണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്റ്റലിൽ എക്സസ് ആയിട്ട് കാറ്റിയോൺ ഓർ ആനിയോൺ, ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ എക്സസ് കാറ്റിയോൺ അല്ലെങ്കിൽ എക്സസ് ആനിയോൺ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഒരു അയണിക് കോമ്പൗണ്ടിൽ നമ്മളൊരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? ഇപ്പോൾ ഒരു ക്രിസ്റ്റലിൽ കാറ്റിയോൺസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും. അല്ല, ഇപ്പോൾ ആനിയോൺസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് അപ്ലൈ ചെയ്യും, അക്കോമഡേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഇങ്ങനെ എക്സ്ട്രാ കാറ്റിയോൺസോ ആനിയോൺസോ ഒരു ക്രിസ്റ്റലിൽ വന്നാൽ എന്ത് കോസ് ചെയ്യും? ഈ കാറ്റിയോൺസിനെയും ആനിയോൺസിനെയും റേഷ്യോയിൽ വ്യത്യാസം വരും. അങ്ങനെ സ്റ്റോഷിയോമെട്രി അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. അങ്ങനെയുള്ള കോമ്പൗണ്ടിനെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ടും എന്ന് പറയും, ബെർത്തലോയിഡ് എന്നും പറയും. ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വരാൻ കാരണം എന്താ? ഒരു ഇമ്പ്യൂരിറ്റി സബ്സ്റ്റൻസ് നമ്മുടെ ക്രിസ്റ്റലിൽ വന്നതാണ്, ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി സബ്സ്റ്റൻസ്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയാം. നമ്മളവിടെ പറഞ്ഞു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നമ്മൾ ഇൻട്രിൻസിക് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ ദ presence of an impurity substance, so it is called extrinsic defect. And there are three types of non-stoichiometric defect. They are metal excess defect, metal deficiency defect and impurity defect. Then first one, metal excess defect or non-metal deficiency defect. Imperfections caused from the presence of a greater proportion of metal ions than what is required to maintain the stoichiometric composition of the compound are called metal excess defect. These can arise in two different ways: due to extra interstitial cations and due to anion vacancies. So, metal excess defect അല്ലെങ്കിൽ നോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ആണെങ്കിൽ അവിടെ നോൺ മെറ്റൽ ഡെഫിഷ്യൻ്റ് ആയില്ല. അപ്പോൾ ഈ നെയിംസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഒരു കറക്റ്റ് സ്റ്റോഷിയോമെട്രിക് കമ്പോസിഷൻ, ഒരു കോമ്പൗണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് കമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് മെറ്റൽസ് വേണോ അതിനേക്കാളും ഗ്രേറ്റർ പ്രൊപ്പോർഷനിൽ മെറ്റൽ അയോൺസ് ക്രിസ്റ്റലിനുണ്ടെങ്കിൽ അത് ഇംപെർഫെക്ഷന് കാരണമാവും. അതിനാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയാം. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ടു ടൈപ്സ് ഉണ്ട്: ഡ്യൂ ടു എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റിയോൺ ആൻഡ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസീസ്. ഡു നോട്ട് കൺഫ്യൂസ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആർ ഓഫ് ത്രീ ടൈപ്സ്: മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആൻഡ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് മൂന്നെണ്ണമാണ്. അതിൽ ഫസ്റ്റ് വൺ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര മെറ്റൽ അയോൺസ് വേണോ അതിനേക്കാളും ഗ്രേറ്റർ പ്രൊപ്പോർഷനിൽ വന്നാൽ അവിടെ ഇംപെർഫെക്ഷൻ ഉണ്ടായി. അങ്ങനെയുള്ളതിനാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയാം. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, റൈറ്റ്? ആൻഡ് ദിസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആർ ഓഫ് ടു ടൈപ്സ്: due to extra interstitial cations and due to anion vacancies. So, sometimes an extra cation may be trapped in an interstitial site of the crystal. Electrical neutrality is maintained by the presence of sufficient number of electrons in other interstitial site. Such a defect constitutes a metal excess defect due to extra interstitial cation. Example, when zinc oxide is heated, it reversibly loses oxygen and turns yellow in color due to the formation of non-stoichiometric zinc oxide containing metal excess defect. The resulting oxide may then be represented as zinc 1 plus delta O.
indicating that the proportion of zinc is in excess of what is required for stoichiometry. The excess zinc ions are trapped in interstitial sites. Free electrons are also trapped in neighboring interstitial sites to maintain the neutrality. These free electrons absorb light to undergo transition to a higher level and are responsible for yellow color. സോ നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റാണ് നോക്കാൻ പോകുന്നത്. ചില കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ കാറ്റിയോൺ ഒരു ക്രിസ്റ്റലിലെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടും. ഒരു എക്സ്ട്രാ കാറ്റിയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ എക്സ്ട്രാ കാറ്റിയോൺ ട്രാപ്പ് ചെയ്തതുകൊണ്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക? അതിൻ്റെ നൈബറിങ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കും അല്ലേ? എക്സ്ട്രാ കാറ്റിയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്നാൽ അതിനെ ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായ സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റിയോൺസ്. സോ അതിന് എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. you should also observe the figures also, and by observing the figure you can understand the topic more clearly. then example എന്താണെന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതെന്ത് ചെയ്യും? ഓക്സിജനെ ലോസ് ചെയ്യും. എന്നിട്ട് ഒരു യെല്ലോ കളറാണ് പിന്നീട് അത് ഫോം ചെയ്യുക. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡിൻ്റെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കാരണമാണ്. സിങ്ക് ഓക്സൈഡ് റിവേഴ്സിബിളി ഹീറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സിബിളി ഇത് ഓക്സിജൻ ലോസ് ചെയ്യും. യെല്ലോ കളറായിരിക്കും പിന്നീട് നമുക്ക് കാണപ്പെടുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോൺ സ്റ്റോയിഷ്യോമെട്രിക് സിങ്ക് ഓക്സൈഡ് കാരണമാണ്. ഇതൊരു മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് എക്സാമ്പിളാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സിങ്ക് ഓക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിസൾട്ടിങ് ഓക്സൈഡിൻ്റെ ഫോർമുലയാണ് Zn1+Δo എന്ന് പറയുന്നത്. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിങ്കിൻ്റെ പ്രപ്പോർഷൻ കൂടി. ഒരു സ്റ്റോയിഷ്യോമെട്രിക്ക് കറക്റ്റ് സ്റ്റോയിഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രയാണോ സിങ്കിൻ്റെ പ്രപ്പോർഷൻ വേണ്ടത് അതിനേക്കാൾ ഇപ്പോൾ പ്രപ്പോർഷൻ കൂടുതലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ അല്ലെങ്കിൽ എക്സസ് സിങ്ക് എന്ത് ചെയ്യും? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെ ന്യൂട്രലാക്കാൻ വേണ്ടി ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റായിട്ട് ഫ്രീ ഇലക്ട്രോൺസും നൈബറിങ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യും. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് തൻ്റെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തും. എന്നിട്ട് അവർ ലൈറ്റ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് യെല്ലോ കളർ കാണിക്കുന്നത്. സോ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ട്രാ കാറ്റിയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ കാറ്റിയോൺ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സിങ്ക് ഓക്സൈഡ് നോക്കിയത്. സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ നോൺ സ്റ്റോയിഷ്യോമെട്രിക് Zn1+Δo ആണ് ഫോം ചെയ്തത്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സിങ്കിൻ്റെ പ്രപ്പോർഷൻ സ്റ്റോയിഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രയാണോ വേണ്ടത് അതിനേക്കാളും കൂടി. അപ്പോൾ ഈ എക്സസ് സിങ്ക് ട്രാപ്പ് ചെയ്യപ്പെട്ടു, ഫ്രീ ഇലക്ട്രോൺസും അതുപോലെ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഈ ഗ്യാപ്പിൽ ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ആ യെല്ലോ കളറാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അത് എന്താണെന്ന് വെച്ചാൽ ചില ക്രിസ്റ്റലിൽ ആനിയോൺ വേക്കൻറ്റ് സൈറ്റ്സ് ഉണ്ടാവും. ഈ ആനിയോൺ വേക്കൻറ്റ് സൈറ്റിലോട്ട് ഇലക്ട്രോൺസ് വന്ന് ആ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യും. അതായത് നോർമലി ഉള്ള ആനിയോൺ വേക്കൻറ്റ് ലാറ്റിസ് സൈറ്റിൽ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു മെറ്റൽ എക്സസ് സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് അയോൺസ് എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കില്ലേ? അപ്പോൾ ഒരു ആനിയോൺ വേക്കൻറ്റ് സൈറ്റിലോട്ട് ഇലക്ട്രോൺസ് ഒന്ന് ഒക്കുപ്പൈ ചെയ്താൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരു മെറ്റൽ എക്സസ് സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇംപെർഫെക്ഷനെയാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കാം. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ, റൈറ്റ്? ഓക്കെ, ഒരു NaCl ക്രിസ്റ്റൽ. ഈ NaCl ക്രിസ്റ്റല് സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാമെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു യെല്ലോ കളറാണ് ഫോം ചെയ്യുക. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു യെല്ലോ കളറാണ് ഫോം ചെയ്യുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോൺ സ്റ്റോയിഷ്യോമെട്രിക് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ കേസിൽ സിങ്കിൻ്റെ കേസസിൽ പറഞ്ഞ പോലെ നോൺ സ്റ്റോയിഷ്യോമെട്രിക് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തത് കൊണ്ടാണ് യെല്ലോ കളർ ഫോം ചെയ്തത്. ഇതൊരു മെറ്റൽ എക്സസ് കോമ്പൗണ്ടാണ്. ഇവിടെ എന്ത് ചെയ്യും? ഈ സോഡിയം മെറ്റൽ എന്ത് ചെയ്യും? ഈ സോഡിയം മെറ്റലിന് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലേക്ക് ഡോപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഡോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ സോഡിയം
ലാറ്റിസ് സൈറ്റിൽ പോയി തട്ടിയിട്ട് അവിടെയുള്ള കാറ്റിയോൺ സൈറ്റിൽ പോയി ഒക്കുപ്പൈ ചെയ്യും. അതായത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറാണ് കാണുക, കാരണം നോൺ സ്റ്റോഷിയോമെട്രിക് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോഡിയം മെറ്റൽ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ ഡോപ്പ് ചെയ്യും. ഡോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സോഡിയം എന്ത് ചെയ്യും? കാറ്റിയോൺ സൈറ്റിൽ പോയി ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ അതിനനുസരിച്ച് ആനിയോൺ വേക്കൻസീസ് വരും. ദെൻ ഈ സോഡിയം എന്ത് ചെയ്യും? പിന്നീട് Na+ ഒരു ഇലക്ട്രോണും ആയിട്ട് നമുക്കറിയാം റിയാക്ഷൻ അല്ലേ, സോഡിയം Na+ ഒരു ഇലക്ട്രോണായിട്ട് മാറും. എന്നിട്ട് ഈ റിലീസ്ഡ് ഇലക്ട്രോണാണ് ആനിയോൺ വേക്കൻസീസിൽ പോയി നിൽക്കുന്നത്. അങ്ങനെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2-3 കേസിൽ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റിയോൺ ആൻഡ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസീൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാറ്റിസ് സൈറ്റിൽ ഇലക്ട്രോൺ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദ ലാറ്റിസ് സൈറ്റ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് ട്രാപ്പ് ഈസ് നോൺ ആസ് എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് നേച്ചർ ഉണ്ട്. അവർ ട്രാൻസിഷൻ നടത്തും വിസിബിൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട്. അങ്ങനെയാണ് അവർക്ക് കളർ കിട്ടുന്നത്. ഈ കളർ എഫ് സെൻറ്റേഴ്സിൻ്റെ കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഹോസ്റ്റ് ക്രിസ്റ്റൽ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണെങ്കിൽ യെല്ലോ ആയിരിക്കും, KCl ആണെങ്കിൽ വയലറ്റ്, KBr ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ. ദെൻ ലാറ്റിസ് സൈറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഫ്രീ ഇലക്ട്രോൺസ് അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോഴാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് വരുന്നത്. ഇവർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കാണിക്കും, N ടൈപ്പ് സെമി കണ്ടക്ടർ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്റ്റ് അല്ലെങ്കിൽ നോൺ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ sometimes a positive ion may be missing from the lattice site, electrical neutrality being maintained by some of the neighboring positive atoms acquiring greater positive charges. Such a defect is called metal deficiency defect, and this kind of defect generally occurs in ionic compounds of those metals which are capable of exhibiting variable valencies. അതിനർത്ഥം എന്താ? ചില ക്രിസ്റ്റൽ ലാറ്റിസിൽ ചില പോസിറ്റീവ് അയോൺസ് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പോസിറ്റീവ് അയോൺസ് മിസ്സിങ് ആയതുകൊണ്ട് നൈബറിങ് ആറ്റത്തിലുള്ള കുറച്ച് ഗ്രേറ്റർ പോസിറ്റീവ് ചാർജുള്ള വേറെ കാറ്റിയോൺസ് ഉണ്ടാവുമല്ലോ, അവർ വന്നിട്ട് അവിടെ വന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഒരു പോസിറ്റീവ് അയോൺ ലാറ്റിസായിട്ട് മിസ്സിങ് ആയി. അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എങ്ങനെയാണ്? അതിന് നൈബറിങ് പോസിറ്റീവ് അയോൺസാണ് ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ഡിഫക്റ്റിനാണ് നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് കൂടുതലും കാണിക്കുന്ന അയണിക് കോമ്പൗണ്ട്സ് ആണ്. വേരിയബിൾ വാലൻസീസ് ഉള്ള മെറ്റൽസാണ് കൂടുതൽ ഇത് കാണിക്കുക. ഇതിന് എക്സാമ്പിളാണ് FeO ക്രിസ്റ്റൽ. FeO ക്രിസ്റ്റലിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് Fe2+ അയോൺ അവിടെ ലോസ് ആണ്, കുറച്ച് Fe2+ അയോൺ മിസ്സിങ് ആണെന്ന് വയ്ക്കുക. ഓരോ Fe2+ മിസ്സിങ്ങിനും 2 Fe3+ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. FeO ക്രിസ്റ്റലിൻ്റെ കേസാണെങ്കിൽ ഒരു Fe2+ അയോൺ മിസ്സിങ് ആണെങ്കിൽ ആ ഒരു Fe2+ അയോണിന് പകരം 2 Fe3+ അയോണാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ FeO ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് Fe1- ഓക്സിജൻ ആണ് ഫോം ചെയ്യുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരുമ്പോൾ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ദ കേസ് ഓഫ് അയൺ പൈറൈറ്റ്സ് ഓർ FeS ഇസ് വെരി സിമിലർ. FeSൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ അയൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് അവിടെ സംഭവിക്കും. ദെൻ ഒരു Fe2+ മിസ്സിങ് ആണ്. അപ്പോൾ അതിന് പകരം 2 Fe3+ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കേസിൽ എന്ത് സംഭവിക്കും? ഒരു ഡയറക്ഷനിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത ഡയറക്ഷനിൽ ഒരു ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ത് ചെയ്യും? വേറെ ഡയറക്ഷനിലേക്ക് അയണിൻ്റെ Fe3+ ട്രാൻസ്ഫർ നടത്തും, മൂവ്മെൻറ്റ് നടത്തും. ഒരു ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നാൽ അടുത്ത ഡയറക്ഷനിലേക്ക് Fe3+ മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് പോസിറ്റീവ് ഹോൾ മൈഗ്രേഷൻ പോലെയാണ്. സോ ദേ ആക്ട് ആസ് P-type സെമി കണ്ടക്ടേഴ്സ്. ഇങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് കാരണം മെറ്റാലിക് ലസ്റ്റർ ഫോം ചെയ്യുന്ന പറയണത്.
ചില അയൺ പൈറേറ്റ്സിൻ്റെ ചില മിനറൽസ് എന്ത് ചെയ്യും, മെറ്റാലിക് ക്ലസ്റ്റർ കാരണം ഷൈൻ ചെയ്യലുണ്ട്. അവരെയാണ് നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയുക. അതർ എക്സാമ്പിൾസ് ഫോർ മെറ്റൽ ഡെഫിഷ്യൻ നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആർ കോപ്പർ സൾഫേറ്റ്, NiO, എക്സെട്ര. സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റാണ് പറഞ്ഞത്. ഒരു ലാറ്റിസ് ആയിട്ട് നിന്ന് പോസിറ്റീവ് അയൺ മിസ്സിങ് ആണെങ്കിൽ നമ്മൾ വേറൊരു നൈബറിങ് പോസിറ്റീവ് അയൺ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിനാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ FeO ക്രിസ്റ്റലിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു Fe2+ അയോൺ മിസ്സിങ് ആണെങ്കിൽ അതിന് പകരം 2 Fe3+ അയോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടുത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വേരിയബിൾ വാലൻസീസ് ഉള്ള മെറ്റലായിരിക്കണം എന്നാണ് പറഞ്ഞു. സോ വേരിയബിൾ വാലൻസിയിലുള്ള കാറ്റിയോൺസ് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. സോ ഒരു Fe2+ പകരം 2 Fe3+ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും, വേറെ ഡയറക്ഷനിലേക്ക് Fe3+ന് മൂവ്മെൻറ്റ് നടക്കും. സോ ഇത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹോൾ പോലെയാണ്. സോ ദേ ആക്ട് ആസ് P-type സെമി കണ്ടക്ടർ. ദിസ് ഫ്രീ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് മെറ്റാലിക് ക്ലസ്റ്ററിന് കാരണമാവുന്നുണ്ട്. സോ സം മിനറൽസ് ഓഫ് അയൺ പൈറേറ്റ് ഷൈൻ ലൈക്ക് ഗോൾഡ്. അതിനാണ് നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയുക. ഓക്കെ, ദെൻ ദ തേർഡ് വൺ, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ചില കേസിൽ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് അയോൺസ് ആർ ഫൗണ്ട് മിസ്സിംഗ് ഫ്രം ദ ലാറ്റിസ് സൈറ്റ്സ്. And electrical neutrality is maintained by the presence of some foreign positive ions. Such an imperfection is called a substitutional impurity defect. ചില കേസിൽ എന്താണെന്ന് വെച്ചാൽ ലാറ്റിസ് സൈറ്റിൽ നിന്ന് പോസിറ്റീവ് അയോൺസ് മിസ്സിംഗ് ആയിരിക്കും. അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ പോസിറ്റീവ് അയോൺസ് വന്നിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ AgCl അല്ലെങ്കിൽ AgBr ക്രിസ്റ്റലാണെന്ന് വയ്ക്കാം. 2 Ag+ മിസ്സിങ് ആണെങ്കിൽ ഈ Agക്ക് കമ്പയറബിൾ സൈസായിട്ടുള്ള ഒരു കാറ്റോൺ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു സൈറ്റിൽ വന്ന് ഈ ഒരു കാറ്റോൺ വന്ന് നിൽക്കും. നമ്മൾ 2 Ag+ മിസ്സിങ് ആണെങ്കിൽ അതിൻ്റെ കമ്പയറബിൾ സൈസിലുള്ളതാണ് കാഡ്മിയം Cd2+. ഒരു സൈറ്റിൽ ഈ Cd2+ ഒന്ന് ഒക്കുപ്പൈ ചെയ്യും, അടുത്ത സൈറ്റ് കാറ്റോൺ വേക്കൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഈ ഇറഗുലാരിറ്റിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. So, such substitution of lattice constituent by impurity ion often introduces semiconducting properties and color in the compounds. ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സെമി കണ്ടക്ടിങ് പ്രോപ്പർട്ടീസും കാണിക്കും, കളറും കാണിക്കും. So, extincting defects of the substitutional impurity type are in fact deliberately produced in semiconducting materials like silicon through the process of doping to enhance conductivity. These N-type and P-type semiconductor thus produced are of greater importance in semiconductor industry. Extrinsic defects may arise in crystal due to small impurity atoms occupying interstitial sites. For example, impurity carbon atom with a radius of 0.071 nanometer fit nicely in the interstices between the larger iron atoms with radius 0.124 nanometer to produce steel. Hydrogen atoms can easily fit into the interstices between palladium ions in the PD crystal and so on. So, എക്സ്റ്റിങ്ക്റ്റിംഗ് ഡിഫക്റ്റിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇംപ്യൂരിറ്റി എന്നുള്ള കേസിലാണെങ്കിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയലായ സിലിക്കൺ പോലുള്ളതാണ്. ഇങ്ങനെയുള്ള എക്സ്റ്റിങ്ക്റ്റിംഗ് ഡിഫക്റ്റ് കാണിക്കുക. എന്ത് വഴി? ഡോപ്പിംഗ് വഴിയാണ് ഈ പ്രോസസ്സ് നടക്കുക. ഡോപ്പിംഗ് വഴി കണ്ടക്ടിവിറ്റി കൂടും. സോ N-type ആൻഡ് P-type സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ആണ്. ഇനി എക്സ്റ്റിങ്ക്റ്റിംഗ് ഡിഫക്റ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ സ്മോൾ ഇംപ്യൂരിറ്റി വരുന്നതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ലാർജ് അയൺ ആറ്റം ഉണ്ട്, 0.124 നാനോമീറ്ററുള്ള ലാർജ് അയൺ ആറ്റം. ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ 0.071 നാനോമീറ്ററുള്ള ഇംപ്യൂരിറ്റി കാർബൺ വന്ന് ഫിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. എന്നിട്ടാണ് സ്റ്റീൽ ഫോം ചെയ്യുന്നത്. ദെൻ പലേഡിയം ക്രിസ്റ്റലിൽ 2 പലേഡിയം ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രജൻ ആറ്റത്തിന് വന്ന് ഈസിലി ഫിറ്റ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ എക്സ്ട്രിൻസിക് ഡിഫക്റ്റ്. So in this video we have discussed about non-stoichiometric defect. Hope you all understand the video and topic. Thank you.